ഹലോ. തരണോന്ന് വിചാരിച്ചോണ്ട് ഞാൻ നിക്കായിരുന്നു. തന്നിട്ടേ ഞാൻ അടുക്കള കയറ്റുള്ളൂ. ഇല്ല, ഞാൻ ഈ ഞങ്ങളെയും പ്രേക്ഷകരെയും ഒരുപോലെ പറ്റിച്ചിട്ട് ഇവിടെ നിന്ന് മുങ്ങിയ ഒരാൾക്ക് ഞാൻ ഒരടിയെങ്കിലും തന്നില്ലെങ്കിൽ അടിക്കില്ല. ഞാൻ കോമ്പൻസേഷൻ വേറൊരു സാധനം തരാം. ഉറപ്പാണോ? എന്നാ തന്നയച്ച് ബാക്കി തീരുമാനിക്കാം. ഇതില് കണ്ടുപിടിച്ചോണ്ടാണ് കൊച്ചു വന്നേക്കുന്നേ. ഈ സാധാരണ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. സാധാരണ കോട്ടയംകാർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ, കൊച്ചു ചൂട്. കോട്ടയംകാർക്ക് ഇത് ഞാൻ ഉൾപ്പെടെ ആരേലും ഒന്ന് ഇങ്ങനെ പറഞ്ഞു വന്നാൽ നമുക്ക് ഈ ഒരു എല്ലൊടിക്കുന്ന ഒരു ഉമ്മക്കളി. സത്യം, ഇത് ഞാനും അതെ, എന്റെ കസിൻസും അതെ. ഇപ്പൊ ഞാൻ എന്റെ പിള്ളേരെ കൂടെ പഠിപ്പിച്ചേക്കുന്ന ഇതാ, സോപ്പിടും. അതെ. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം. എനിക്ക് കല്യാണക്കുറി എവിടെ കുഞ്ഞെ? ഇവളുടെ കൊച്ചിന്റെ കല്യാണം മിക്കവാറും എന്നെ വിളിക്കാൻ തോന്നുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാ. കൊച്ചിന് 3 വയസ്സായി. അത് 3 വയസ്സായി. മിണ്ടി പോരുത്. ഇവിടെ പോയപ്പോ ഞങ്ങൾ വിചാരിച്ചു, പ്രേക്ഷകരൊക്കെ വിചാരിച്ചു ഇപ്പൊ മിയയുടെ കല്യാണം എല്ലാരും അറിയും, ഞങ്ങളെയൊക്കെ വിളിക്കും. അല്ല, അറിഞ്ഞായിരുന്നു തോന്നുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എന്റെ മാത്രം കുഴപ്പമില്ല, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. കോവിഡ് സമയത്തായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ കല്യാണത്തിൽ 20 പേരെ ഉണ്ടായിരുന്നു. മാർച്ച് 19 എന്നെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് വന്നു. അതേ കക്ഷീനെ തന്നെ ഞാൻ സെപ്റ്റംബറിൽ കെട്ടി. ആദ്യം ഒന്നേ കണ്ടുള്ളൂ. അതിൽ ഉറപ്പിച്ചു, അതിൽ തന്നെ ഓർത്തു. അതിൽ എന്തുവാ ഇത്ര ഇഷ്ടപ്പെട്ടെ? അതിൽ എന്തോ ഇപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ അല്ല ഒറ്റയടിക്ക് ഇത് അങ്ങ് ഇഷ്ടപ്പെടുന്നതാണോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ട്. അത് പുള്ളിക്കും അറിയാമോ. അതിപ്പോ പുള്ളിക്ക് ഇങ്ങനെ ഒരു എന്നെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയത്തു പോയി. എന്റെ എല്ലാ ഫിലിംസും അങ്ങനെ കാണുകയോ അങ്ങനെ ഒന്നുമില്ല. സിനിമ അധികം കാണുന്ന വ്യക്തിയല്ലേ പുള്ളി? സിനിമയൊക്കെ കാണും, പക്ഷെ എന്റെ ഫിലിംസും പുള്ളി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ആള്, ഒരു മിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അത്രേ അറിയത്തുള്ളൂ. അല്ലാണ്ട് ഫുൾ നെയിം അറിയത്തില്ല, ഒരു ഡീറ്റെയിൽസും അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ. പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 19 എന്നെ കാണാൻ വേണ്ടി വരുന്നത്. മാർച്ച് 21 22 മറ്റേ ജനത ലോക്ക്ഡൌൺ വന്നില്ലേ, മറ്റേ ആദ്യത്തെ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാം പൂട്ടിക്കെട്ടി എല്ലാരും വീട്ടിലിരിക്കുക. ഞാനപ്പോ ഞങ്ങളിങ്ങനെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങള് ഫുൾ ടൈം ഫോൺ വിളിച്ച് എന്നാ പിന്നെ ഇത് തന്നെ മതി. അങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന അപ്പം ഉണ്ടാക്കിയില്ല. കഴിക്കണ്ടേ? ഒരെണ്ണം കൂടെ ചുട്ടോ. ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗി. നല്ല ഇത് ഞങ്ങൾ നേരത്തെ പൂവപ്പം. അതെ, ഞങ്ങൾ അത് അതിനകത്ത് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന മിയ. യെസ് അതാ ചെയ്യും. അല്ല, ഞാൻ കഴിച്ച് ട്രൈ ചെയ്യാം. അങ്ങനെ ഇതിപ്പോ എന്തായാലും ചൂടായി കഴിഞ്ഞു, പൂവപ്പം ആവുകയല്ല. ഒരു പൊടിക്ക് വൈകിപ്പോയല്ലേ? അതെ. എന്നാന്നറിയോ, ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതങ്ങ് പരക്കുകയല്ല, അതേപോലെ അല്ലേ. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ചേച്ചിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഉപ്മാവ് ഉണ്ടാക്കാൻ ഇച്ചിരി എളുപ്പമാണല്ലോ, അതുകൊണ്ടായിരിക്കും മിക്ക ദിവസവും ഉപ്മാവ് വീട്ടിൽ വരെ ഉണ്ടാക്കുക. അപ്പൊ എനിക്ക് ഉപ്മാവ് കണ്ടുകൂടാ. ഉപ്മാവിന്റെ അകത്താണെങ്കിൽ ഉഴുന്നൊക്കെ ഇടുമല്ലോ, എനിക്കാണെങ്കിൽ ഉഴുന്നും കണ്ടുകൂടാ ഉപ്മാവും കണ്ടുകൂടാ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇന്നും ഉപ്പുമാവാണ്, ഇതെന്താ എല്ലാ ദിവസവും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ആയിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഉപ്മാവ് ഇഷ്ടമായി. ഇപ്പൊ എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, നമ്മളിങ്ങനെ ഇവിടെ വർത്താനം പറഞ്ഞു അപ്പോ ആവുകയല്ല, കറി ആവുകയല്ല. ഞാൻ ഈ കുക്കറോട് കൂടി അവിടെ കൊണ്ട് വെക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യും, കുഞ്ഞ് അവിടെ ചെന്നിരിക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം ആയിട്ട് നല്ല കൊഞ്ചായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, പരിപാടിയൊക്കെ നടക്കട്ടെ. എനിക്ക് കുറച്ച് ഞാനപ്പോ ചൂടായിട്ട് കൊണ്ടുവരാം. ഓക്കെ. Let's cook with love.